നമസ്തേ, ജനം ടുനൈറ്റിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. 8 ജില്ലകളിൽ റെഡ് അലർട്ട്. 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം അതിതീവ്രമായി. സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരത്ത് നിന്നുള്ള ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുന്നു. കുമളിക്ക് സമീപം ലോറിക്ക് മുകളിൽ മരം വീണ് യുവാവിന് ദാരുണാന്ത്യം. കപ്പലപകടം ആശങ്കയുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി. കപ്പലിന്റെ സ്ഥാനം കണ്ടെത്താൻ സോണാർ സർവേ നടത്തും. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ചതായും മുഖ്യമന്ത്രി. പി.വി. അൻവർ നിലമ്പൂരിൽ മത്സരിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണ. അന്തിമ തീരുമാനം നാളെ ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിൽ. ആര്യടൻ ഷൗക്കത്ത് വിജയിക്കില്ലെന്നും പി.വി. അൻവർ. മമതാ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കാത്തതിൽ വിമർശനം. ബംഗാൾ സർക്കാർ അഴിമതിയിൽ മുങ്ങി. നരേന്ദ്രമോദിയുടെ പശ്ചിമ ബംഗാൾ സന്ദർശനത്തിന് തുടക്കം. മനുഷ്യന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടാനുള്ള സംസ്ഥാനത്തിന്റെ തീരുമാനം ഇരട്ടത്താപ്പെന്ന് ബി.ജെ.പി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന പല പദ്ധതികളും സംസ്ഥാനം നടപ്പാക്കുന്നില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ. അനധികൃത ഫ്ലക്സിൽ സർക്കാരിനെ കുടഞ്ഞ ഹൈക്കോടതി. ബോർഡ് വെക്കുന്നതല്ല നവകേരളം. സാഹചര്യങ്ങൾ നിരാശാജനകം. ബോർഡുകൾ വേണ്ടെന്ന് പറയാൻ സർക്കാരിന് കഴിയുമോ എന്നും കോടതിയുടെ ചോദ്യം. നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇരട്ട നീതി. വനിതാ വികസന കോർപ്പറേഷനിൽ എം.ഡിക്ക് പുനർനിയമനം. CPM നേതാവ് P.K. ചന്ദ്രാനന്ദന്റെ മകൾ V.C. ബിന്ദുവിന് അതേ ഇരിപ്പിടം. കോടിയേരിയുടെ ഭാര്യ സഹോദരൻ കെൽപാമിന്റെ പടിക്ക് പുറത്ത്. ജനം ബ്രേക്കിംഗ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഡ്രോൺ പറത്തിയത് കൊറിയൻ യുവതിയോ? വിദേശ വ്ളോഗറുടെ വിശദാംശങ്ങൾ തേടി പോലീസ്. 2 ദിവസം യുവതി എത്തിയെന്ന് സ്ഥിരീകരണം. പട്ടാപ്പകൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. സംഭവം കോഴിക്കോട് ബീച്ചിൽ. 7 വയസ്സുകാരനെ രക്ഷിച്ചത് ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന കൂട്ടുകാർ. 2 നാടോടികൾ പോലീസ് കസ്റ്റഡിയിൽ. ആലപ്പുഴ ജില്ലയിൽ വീണ്ടും മഴ കനത്തു. താഴ്ന്നയിടങ്ങളിൽ വെള്ളം കയറി. കടൽക്ഷോഭവും രൂക്ഷം. കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. ആലപ്പുഴ ജില്ലയിൽ പരക്കെ മഴയും കാറ്റും ശക്തമായതോടെ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. പുഴകളിലും ജലനിരപ്പ് ഉയരുകയാണ്. കുട്ടനാട്, അപ്പർ കുട്ടനാടൻ മേഖലകളിലാണ് വെള്ളക്കെട്ടുകൾ ദുരിതം വിതയ്ക്കുന്നത്. തലവടി, കൈനകരി, പുളിങ്കുന്ന്, ചമ്പക്കുളം ഭാഗങ്ങളിലാണ് വെള്ളപ്പൊക്ക ദുരിതം രൂക്ഷം. ഗ്രാമീണ റോഡുകളും വെള്ളത്തിലായി. ശക്തമായ കാറ്റിൽ മരങ്ങളും വൈദ്യുതി തൂണുകളും വ്യാപകമായി നിലം പൊത്തി. കരകൃഷിയടക്കം വെള്ളം കയറി നശിക്കുന്ന സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം കാവാലം, കൈനകരി കൃഷിഭവൻ പരിധികളിൽ പാടശേഖരങ്ങളിൽ മടവീഴ്ചയുണ്ടായിരുന്നു. ഇതേസമയം തീരദേശ മേഖലയും ദുരിതത്തിലാണ്. ശക്തമായ കടൽഭിത്തി ഇല്ലാത്തതിനാൽ കടൽ കരയിലേക്ക് ഇരച്ചു കയറുകയാണ്. നിരവധി വീടുകളാണ് അപകടാവസ്ഥയിലുള്ളത്. തീരത്ത് കിടന്ന ഒരു 10-15 തെങ്ങും ഇതെല്ലാം ഈ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും എല്ലാം ഇത് കാണുന്നുണ്ട്. അവരിത് ചലിക്കുന്നില്ല. കാര്യം ഞങ്ങളെ എങ്ങനെയെങ്കിലും ഈ ഇവിടുന്ന് ഒഴിപ്പിച്ചിട്ട് അവർ ഈ റിസോർട്ടുകൾക്കും മറ്റും കുത്തക മുതലാളികൾക്കും കൊടുക്കാനാണ് അവർ നോക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ പാവപ്പെട്ടവൻ ഈ കടലിൽ പോയി അന്നം തേടിക്കൊണ്ട് ഒരു നേരത്തെ അന്നം തേടിക്കൊണ്ട് വരുന്ന ഞങ്ങളുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഭവനം ഇഞ്ഞ് വെക്കണമെന്നുണ്ടെങ്കിൽ 25-30 ലക്ഷം രൂപ ആവും. ഞങ്ങൾക്കൊരു 1000 രൂപ വരെ എടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു സമയമാണ്. അപ്പം ഞങ്ങളിട്ടുണ്ട് ഇവരെല്ലാവരും
അവരെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങളായിട്ടൊന്ന് തുള്ളിക്കും. ഞങ്ങളുടെ വോട്ട് മാത്രം മതി. ഈ തീരത്തുള്ളവർ കാണാൻ പോകുന്ന ഞങ്ങൾ ഒന്നടങ്കം വോട്ട് ബഹിഷ്കരിക്കും. വോട്ട് ബഹിഷ്കരിച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. ഞങ്ങളെല്ലാവരും വോട്ട് ബഹിഷ്കരിക്കാൻ വേണം. കാര്യം ഇവർക്ക് ഞങ്ങളുടെ വോട്ട് മതി, വേറെ ഒന്നും ഇവർക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികൾ ഈ തീരത്ത് ഈ കടലും കായലുമായിട്ട് 200 മീറ്റർ അകലം വരെയില്ല. ഇതെങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടിട്ട് ഇവർ റിസോർട്ടുകൾക്ക് വിൽക്കാനുള്ള പ്ലാനാണ് ഇവര്. ഇന്നലെ എമർജൻസി സ്റ്റോൺ എന്ന നിലയ്ക്ക് ചിലയിടങ്ങളിൽ പാറയിറക്കിയെങ്കിലും കടൽക്ഷോഭം നാശം വിതയ്ക്കുകയാണ്. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, പുറക്കാട്, വണ്ടാനം, പുന്നപ്ര, ഒറ്റമശ്ശേരി ഭാഗങ്ങളിലാണ് കടൽക്ഷോഭം രൂക്ഷം. ജനം, ആലപ്പുഴ. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ 8 ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം കരയിൽ പ്രവേശിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറി. അതിശക്തമായ മഴയിൽ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. കൊല്ലം കടയ്ക്കാവൂരിന് സമീപവും കഴക്കൂട്ടത്തും റെയിൽവേ ട്രാക്കിൽ മരം വീണു. തിരുവനന്തപുരത്ത് നിന്നുള്ള ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. അതേസമയം 9 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, സംസ്ഥാനത്തെ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിരിക്കുകയാണ്. റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തെല്ലാം? നീലിമ, സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലകൾക്കും ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ 8 ജില്ലകൾക്ക് ഇന്ന് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. ഒപ്പം തന്നെ 8 ജില്ലകൾക്ക് അറിയിപ്പ് നൽകുന്നതോടൊപ്പം തന്നെ അവധി കൂടി നാളെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ്. ഈ ജില്ലകൾക്ക് ഇന്ന് റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വരുന്ന 3 മണിക്കൂറിൽ ഇടുക്കി, എറണാകുളം, പാലക്കാട് ജില്ലകൾക്കും റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകുകയാണ്. കൂടാതെ തന്നെ നാളെ ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് കാലവർഷം അതിതീവ്രമാകുന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി കരയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി 60 കിലോമീറ്ററിലധികം വേഗതയിൽ അതിശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയാണ്. കൂടാതെ തലസ്ഥാനത്തും ഈ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളും അപകടങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത്. കാട്ടാക്കട നക്രാഞ്ചിറയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് മുകളിൽ മരം കടപുഴകി വീണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 10ഓളം പേർക്ക് സ്വകാര്യ ആശുപത്രിയിലടക്കം ചികിത്സ തേടേണ്ട സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ കൊല്ലം കടയ്ക്കാവൂരിന് സമീപവും കഴക്കൂട്ടത്തും റെയിൽവേ ട്രാക്കിൽ മരം ഒടിഞ്ഞു വീണ് അപകടമുണ്ടായിട്ടുണ്ട്. നിരവധി ട്രെയിനുകൾ തിരുവനന്തപുരത്തേക്കുള്ള നിരവധി ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഈ മണിക്കൂറിൽ വരികയാണ്. കൂടാതെ തന്നെ വർക്കല പാപനാശം തീരത്ത് ശക്തമായ മഴയും കാറ്റും തുടരുന്നുണ്ട്. തിരമാലകൾ ശക്തമായതോടുകൂടി ഈ വിനോദസഞ്ചാരികളെ അടക്കം പോലീസ് തീരത്ത് നിന്നും മാറ്റിയിരിക്കുകയാണ്. ഹെലിപാഡിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം വീണ് ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ടാക്സിക്ക് മുകളിലാണ് മരമൊടിഞ്ഞ് വീണത്. ഈ ടാക്സി ഡ്രൈവറെ സുരക്ഷിത സ്ഥാനത്തേക്ക് നാട്ടുകാരും പോലീസും ചേർന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിലും അതിശക്തമായ മഴ തുടരുകയാണ്. പൊന്മുടി അടക്കമുള്ള മേഖലകളിലേക്ക് രാത്രികാല യാത്രകൾക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണം സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ മണിക്കൂറിൽ തലസ്ഥാന ജില്ലയിലടക്കം അതിശക്തമായ മഴ തുടരുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അനഘ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് വിലങ്ങാട് പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന കുത്തൊഴുക്ക് വരുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ പുറത്തുവിട്ടതാണ്. അത്തരത്തിൽ വലിയ ഭീതി നിലനിൽക്കുകയാണ് വടക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, വടക്കൻ കേരളത്തിൽ ഇടവിട്ടുള്ള അതിശക്തമായ മഴ ഇപ്പോഴും പലയിടത്തും പെയ്യുന്നുണ്ട്. മാത്രമല്ല വയനാട്, പാലക്കാട്, കാസർഗോഡ്, കണ്ണൂർ എന്നീ 4 ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിലുള്ള മദ്രസ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല മലയോര മേഖലയിലുള്ളവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.
ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം കൂടി അധികൃതർ നൽകുന്നുണ്ട്. ഇനി കോഴിക്കോട്ടേക്ക് വന്നാൽ കോഴിക്കോട്ട് പ്രധാനമായും 4 ദുരിതാശ്വാസ ക്യാമ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് മഴ കുറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ആളുകൾ മാറിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ ക്യാമ്പുകളിലായി 150ഓളം ആളുകളാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇപ്പോഴും കഴിയുന്നത്. ഈ വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോഴും നൽകിയിരിക്കുന്നത്. ആ പ്രദേശത്തെ പുഴയിൽ ക്രമാതീതമായി വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഈ പ്രദേശത്തുള്ളവർക്ക് നൽകിയിരിക്കുന്നത്. ഈ പ്രദേശത്തുള്ളവരെ തന്നെ ആ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്തുള്ള നിരവധി വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് താമസിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വടക്കൻ കേരളത്തിൽ അതിശക്തമായ ഇടവിട്ടു മഴ ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ കാറ്റടിച്ചിരുന്നു. ഈ കാറ്റിൽ വീടുകൾക്ക് മുകളിലേക്ക് മരം വീടൊക്കെ തന്നെ കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. നീലിമ. ശരി, അനഘയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം വർക്കല റൂട്ടിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണു. കടക്കാവൂർ കഴക്കൂട്ടം എന്നീ 2 സ്ഥലങ്ങളിലാണ് റെയിൽവേ ട്രാക്കിൽ മരം വീണത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. മമതാ ബാനർജിക്കെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അക്രമ രാഷ്ട്രീയത്തിൽ നിന്നും പ്രീണന രാഷ്ട്രീയത്തിൽ നിന്നും ബംഗാൾ മോചനം ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബംഗാളിലെ ജനങ്ങളുടെ മനസ്സിൽ ജനാധിപത്യ വിശ്വാസം പുനഃസ്ഥാപിക്കുകയാണ് BJP പ്രവർത്തകരുടെ മുന്നിലെ പ്രധാന വെല്ലുവിളിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. पश्चिम बंगाल को अब हिंसा की, तुष्टीकरण की, दंगों की, महिला अत्याचार की, घोटालों की राजनीति से मुक्ति चाहिए. अब पश्चिम बंगाल के सामने भाजपा का विकास मॉडल है. പാകിസ്ഥാനെ തകർക്കാൻ കരുത്തുണ്ടായിട്ടും ഭാരതം സംയമനം പാലിച്ചുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മാത്രമാണ് ലക്ഷ്യം വെച്ചത്. പാകിസ്ഥാനുമായി ഇനി ചർച്ചയില്ലെന്നും ഭീകരവാദത്തിനൊപ്പം നിന്നതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. ഡൽഹിയിൽ CII വാർഷിക ബിസിനസ് ഉച്ചകോടി ഉദ്ഘാടന പ്ലീനറിയിൽ സംസാരിക്കവെയാണ് ഭീകരതയ്ക്കൊപ്പം നിന്നതിന് പാകിസ്ഥാൻ വലിയ വില നൽകേണ്ടി വരുമെന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. പാകിസ്ഥാനെ തകർക്കാൻ ശക്തിയും പ്രാപ്തിയും ഉണ്ടായിട്ടും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാരതം സംയമനം പാലിച്ചു. ഭീകരതയ്ക്കെതിരെയാണ് നമ്മുടെ പോരാട്ടം. പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ച സാധ്യമല്ലെന്നും ഭീകരരെ വിട്ടുനൽകുന്നതും പാക് അധിനിവേശ ജമ്മു കശ്മീർ ഒഴിഞ്ഞു നൽകുന്നതും മാത്രമാണ് ചർച്ച ചെയ്യാനുള്ളതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. शक्ति और संयम इन दोनों का समन्वय का हमने दुनिया के सामने एक शानदार उदाहरण पेश किया है. हम और कुछ कर सकते थे, लेकिन संयम भी बरता है. तो शक्ति और संयम दोनों का एक शानदार उदाहरण हमने दुनिया के सामने पेश किया है. हमने पाकिस्तान के साथ अपने इंगेजमेंट और स्कोप ऑफ डायलॉग को रीकैलिब्रेट किया है. अब जब भी बात होगी केवल आतंकवाद पर बात होगी, POK पर बात होगी और किसी दूसरे मुद्दे पर पाकिस्तान के साथ बात नहीं होगी. പാക് അധിനിവേശ ജമ്മു കശ്മീർ ഭാരതത്തിന്റേതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ദേശീയ സുരക്ഷയ്ക്കും മേക്ക് ഇൻ ഇന്ത്യയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് തെളിയിച്ചു. യുദ്ധവിമാനങ്ങളിലും മിസൈൽ സംവിധാനത്തിലും ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുമെന്നും രാജ്യത്തിന്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. ജനം, ഡൽഹി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ വടക്കുകിഴക്കൻ മേഖല വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻപൊരിക്കലുമില്ലാത്ത വിധം വൻ നിക്ഷേപങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സിക്കിം സംസ്ഥാന രൂപീകരണത്തിന്റെ 50ാം വാർഷികത്തിൽ വെർച്വൽ മാർഗം പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1975 മെയ് 16 ഭാരതത്തിന്റെ 22ാമത്തെ സംസ്ഥാനമായി സിക്കിം നിലവിൽ വന്നത്. ഹിതപരിശോധനയിൽ ഭൂരിപക്ഷം ജനങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ അഭിപ്രായപ്പെട്ടതോടെ രാജഭരണം അവസാനിച്ച് സംസ്ഥാനം രൂപപ്പെടുകയായിരുന്നു. ഇതിന്റെ 50ാം വാർഷികാഘോഷത്തിലാണ് പ്രധാനമന്ത്രി വെർച്വൽ മാർഗം പങ്കെടുത്തത്. നേരിട്ട് പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് ഇടയ്ക്ക് യാത്ര റദ്ദാക്കുകയായിരുന്നു. കഴിഞ്ഞ 50 വർഷം കൊണ്ട് പുരോഗതിയുടെ മാതൃകയായി സിക്കിം മാറിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. सिक्किम आज देश का गर्व है.
इन 50 वर्षों में सिक्किम प्रकृति के साथ प्रगति का मॉडल बना, बायोडायवर्सिटी का बहुत बड़ा बगीचा बना, 100% ऑर्गेनिक स्टेट बना, कल्चर और हेरिटेज की समृद्धि का प्रतीक बनकर सामने आया. പാവങ്ങൾ, സ്ത്രീകൾ, കർഷകർ, യുവാക്കൾ എന്നീ 4 തൂണുകളിലാകും വികസിത ഭാരതം കെട്ടിപ്പൊക്കുകയെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. 750 കോടി രൂപ മുടക്കി നിർമ്മിച്ച 500 കിടക്കകളുള്ള ആശുപത്രിയും റോപ്പ് വേയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. ഗാംഗ്ടോക്കിൽ സ്ഥാപിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രതിമാ അനാച്ഛാദന കർമ്മവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ജനം, ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള MA ബേബിയുടെ പ്രസ്താവന ദേശവിരുദ്ധവും രാജ്യദ്രോഹവുമെന്ന് PK കൃഷ്ണദാസ്. ഭാരത സൈന്യത്തെ അപമാനിക്കുന്നതാണ് പ്രസ്താവന. രാജ്യവിരുദ്ധവും പാക് അനുകൂലവുമായ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും MA ബേബിക്കെതിരെ നിയമ നടപടി ആലോചിക്കുമെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിനെക്കുറിച്ചും അവരുടെ കൊല്ലപ്പെട്ട ഭീകരവാദികളെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ഇന്ത്യൻ സൈന്യം നേരിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതാണ്. ഇക്കാര്യത്തിൽ ഭാരതത്തിലെ ജനങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതിനെതിരെ CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംശയം പ്രകടിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുകയാണ്, ഇന്ത്യൻ സൈന്യത്തിൽ അവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്, ഇന്ത്യൻ സൈന്യത്തെ മാർക്സിസ്റ്റ് പാർട്ടി അപമാനിക്കുകയാണ് ചെയ്തത്. PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കും. തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് മത്സരിക്കാൻ ധാരണയായത്. അന്തിമ തീരുമാനം നാളെ ചേരുന്ന സംസ്ഥാന നേതൃയോഗത്തിന് ശേഷം. നോമിനേഷൻ നൽകാനുള്ള ഒരുക്കത്തിൽ തൃണമൂൽ കോൺഗ്രസ്. അതേസമയം UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ. ഷൌക്കത്ത് മണ്ഡലത്തിൽ വിജയിക്കില്ലെന്നും PV അൻവർ പറയുന്നു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, അങ്ങേയറ്റം നാണം കെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ PV അൻവർ ഉള്ളത്. ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. തൃണമൂലിന്റെ ടിക്കറ്റിൽ തന്നെ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണോ PV അൻവർ? തീർച്ചയായും നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ നാണം കെട്ട ഒരു അവസ്ഥയിലേക്ക് PV അൻവർ എത്തിയിരിക്കുന്നു. കാരണം പല തവണ UDFന്റെ വാതിലിൽ മുട്ടി, പക്ഷേ UDFിലേക്ക് എടുത്തില്ല. LDFനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ആ മുന്നണിയിൽ നിന്നും PV അൻവർ പുറത്തു ചാടിയതും പിന്നീട് അതിനുശേഷം PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് നിലമ്പൂർ മണ്ഡലം പിന്നീട് ഉപതെരഞ്ഞെടുപ്പിന് വേദിയാവുകയാണ് ഉണ്ടായത്. തുടക്കത്തിൽ തന്നെ ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ താൻ അംഗീകരിക്കില്ല എന്ന PV അൻവർ പറഞ്ഞിരുന്നു. പക്ഷേ UDF ആര്യാടൻ ഷൌക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. അതായത് PV അൻവറിന്റെ ഒരു വാക്കുകളെ പോലും മുഖവിലയ്ക്ക് എടുക്കാതെയുള്ള നീക്കങ്ങളായിരുന്നു UDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. UDF മുന്നണിയിലും PV അൻവറിനെ എടുത്തില്ല. ഒടുവിൽ PV അൻവർ മത്സരിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. PV അൻവർ മത്സരിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിവരം. ഈ അല്പസമയം മുൻപ്, അതായത് ഇന്ന് വൈകിട്ട് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം മഞ്ചേരിയിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ PV അൻവർ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒരു ധാരണയിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. അന്തിമ തീരുമാനം നാളെ സംസ്ഥാന നേതൃയോഗം മഞ്ചേരിയിൽ തന്നെ ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ നോമിനേഷൻ നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പ്രവർത്തകരും മറ്റ് നേതാക്കളും തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളും എത്തിയിരിക്കുന്നു. കാരണം UDFിലേക്ക് എടുക്കില്ല എന്നൊരു ബോധ്യം വന്നതോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് PV അൻവറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എത്തിയിരിക്കുന്നത്. ആര്യാടൻ ഷൌക്കത്തിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഈ യോഗത്തിന് ശേഷം PV അൻവർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആര്യാടൻ ഷൌക്കത്ത് ഈ മണ്ഡലത്തിൽ വിജയിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെയും അത്തരത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. ആ കാരണങ്ങൾ എല്ലാം തന്നെ വരും ദിവസങ്ങളിൽ താൻ വെളിപ്പെടുത്തും എന്ന് PV അൻവർ പറയുന്നു. എന്തായാലും PV അൻവർ ഏറ്റവും ഒടുവിൽ ഈ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിലിമ, ശരി, PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. വിവരങ്ങളാണ് ശിവദാസ് കന്മനം പങ്കുവച്ചത്. അസം സ്വദേശിയുടെ മൊബൈൽ ഫോണിൽ പാകിസ്ഥാൻ ഫോൺ നമ്പറുകൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടെത്തി. മുബാറക് ഹുസൈൻ എന്ന
അസം തൊഴിലാളിയുടെ ഫോണിലാണ് സംശയാസ്പദമായ വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടെത്തിയത്. ഇയാളെ പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസിൽ മറ്റൊരു സംഭവത്തിൽ പരാതി നൽകാൻ പോയപ്പോഴാണ് മുബാറക്കിന്റെ ഫോൺ പോലീസ് പരിശോധിച്ചത്. 32 പാകിസ്ഥാൻ നമ്പറുകൾ ഉൾപ്പെട്ടതായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പ്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ നമ്പറുകൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഈ അസം തൊഴിലാളിയുടെ ഫോൺ നമ്പർ വാട്സപ്പിൽ ഫോണിൽ കണ്ടിരിക്കുകയാണ്. പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഇയാൾ മേൽനോട്ടം വഹിക്കുന്ന ഇയാൾ മെയിനായിട്ട് സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ഒരു കെട്ടിടത്തിൽ അവിടെ ചീട്ടുകളി സംഘം നിന്നും നാട്ടുകാരായ ആ സംഘം പണം പിടിച്ചു പറിച്ചു എന്നൊരു പരാതി വന്നിരുന്നു. ഈ പരാതിയെ തുടർന്ന് വിശദമായി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവർ താമസിക്കുന്ന പോഞ്ഞശ്ശേരിയിലെ താമസ കേന്ദ്രത്തിലേക്ക് പോലീസ് എത്തുന്നത്. സംശയം തോന്നിയതിനെ തുടർന്ന് ഇയാളുടെ ഫോണും കൂടി, അതായത് പരാതി പറയാനെത്തിയ മുബാറക്കിന്റെ ഫോൺ കൂടി അന്വേഷണ സംഘം പരിശോധിക്കുകയായിരുന്നു. ഈ പരിശോധനയിലാണ് നിരവധി പാകിസ്ഥാൻ നമ്പറുകൾ, അത്തരത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളെല്ലാം തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. തുടർന്ന് ഇത് എവിടെ നിന്ന് അല്ലെങ്കിൽ ആരെല്ലാമാണ് ഈ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ഒരു മറുപടി നൽകാൻ മുബാറക്കിന് കഴിഞ്ഞില്ല. മാത്രമല്ല, ഫോൺ വിശദമായി പരിശോധിച്ചപ്പോൾ അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്നതിനും അശ്ലീല ദൃശ്യങ്ങളും ചിത്രങ്ങളും അയക്കുന്നതിനും വേണ്ടി മറ്റു ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ഇയാൾ ഉൾപ്പെട്ടതായി മനസ്സിലാവുകയും ചെയ്തു. ഉൾപ്പെട്ടുള്ള ചില വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിൻ പോലും പാകിസ്ഥാൻകാരായിരുന്നു അഡ്മിനായി നിന്നിരുന്നത് എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാവുകയും ചെയ്തു. തുടർന്നാണ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തത്. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ അടക്കം അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലനീതി വകുപ്പ്, IT വകുപ്പുകളിലാണ് കേസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പാക് ബന്ധങ്ങൾ സംബന്ധിച്ചും വിശദമായി തന്നെയുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഇത്രയധികം പാകിസ്ഥാൻ നമ്പറുകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ എല്ലാം തന്നെ രൂപീകരിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ള ആശയവിനിമയങ്ങളാണ് നടന്നത് എന്നതെല്ലാം വിശദമായി തന്നെയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെ നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ശരി ജിജീഷ്, ഒട്ടേറെ വിവരങ്ങൾ അന്വേഷണത്തിൽ പുറത്തു വരാനിരിക്കുകയാണ്. ജിജീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ഭാരതത്തിന്റെ പ്രതിനിധി സംഘം കുവൈറ്റിൽ സന്ദർശനം നടത്തി. ഭീകരതയ്ക്കെതിരെ ഭാരതത്തിന്റെ ഉറച്ച നിലപാട് ശക്തമായി ആവർത്തിച്ചുകൊണ്ടായിരുന്നു 2 ദിവസത്തെ സന്ദർശനം സംഘം പൂർത്തിയാക്കി മടങ്ങിയത്. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ നിലപാടിനുള്ള അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാനും സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് സർവകക്ഷി പാർലമെന്ററി സംഘം കുവൈറ്റിലെത്തിയത്. ഭീകരതയ്ക്കെതിരായ രാജ്യത്തിന്റെ ഏകകമാന നിലപാട് ആഗോള സമൂഹത്തിനു മുന്നിൽ ശക്തമായി പ്രതിപാദിച്ചുകൊണ്ടായിരുന്നു വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളടങ്ങിയ സംഘം സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയത്. BJP MP ബൈജയന്ത് പാന്തയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ നിഷികാന്ത് ദുബെ, അസറുദ്ദീൻ ഒവൈസി, ഗുലാം നബി ആസാദ്, രേഖ ശർമ്മ, സത്ന സിംഗ് സന്ധു, ഹർഷ് ശൃംഗള എന്നിവരും ഉൾപ്പെട്ടിരുന്നു. സന്ദർശനത്തിന്റെ ഭാഗമായി സംഘം കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയുമായി ഔപചാരിക കൂടിക്കാഴ്ച നടത്തി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സ്വീകരിച്ച ദൃഢവും വ്യക്തവുമായ നിലപാട് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ഈ നിലപാട് ഭരണകൂടം, മാധ്യമങ്ങൾ, പ്രവാസി സമൂഹം തുടങ്ങി എല്ലാ തലങ്ങളിലും ശക്തമായി പ്രകടമാക്കുകയായിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിന് കുവൈറ്റിലെത്തിയ സംഘം 250 വർഷത്തെ ഇന്ത്യ കുവൈറ്റ് സൗഹൃദം എന്ന പ്രദർശനം, മസ്ജിദുൽ കബീർ, കുവൈറ്റ് ടവർ തുടങ്ങിയ പ്രധാന സന്ദർശന കേന്ദ്രങ്ങളിലും എത്തി. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികളുമായി സംവദിക്കുകയും മാധ്യമപ്രവർത്തകരുമായി പ്രത്യേക ചർച്ച നടത്തുകയും ചെയ്തു. ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിലപാടിന് അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് നടത്തപ്പെട്ട ഈ സന്ദർശനം കുവൈറ്റിലെ പൊതുസമൂഹത്തിൽ ഊട്ടിയുറപ്പുള്ള പ്രതികരണം ഉണ്ടാക്കാൻ സാധിച്ചതായി സംഘം അറിയിച്ചു. ജനം, കുവൈറ്റ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിലെത്തി. നാളെ പൂഞ്ചിൽ സന്ദർശനം നടത്തും. സുരക്ഷാ കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആഭ്യന്തരമന്ത്രിയുടെ ആദ്യത്തെയും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം 2ാമത്തെയുമുള്ള കശ്മീർ സന്ദർശനമാണിത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, അല്പസമയം മുമ്പാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിൽ എത്തിയത്. നാളെ പൂഞ്ചിലേക്ക് പോകുകയാണ്. അവിടെ പാക് സൈന്യം ഷെല്ലാക്രമണം നടത്തിയ മേഖലകൾ സന്ദർശിക്കും. അവിടുത്തെ ജനങ്ങളെ കാണും എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്താണ് ആഭ്യന്തരമന്ത്രിയുടെ പരിപാടികൾ? ദിൽമ, 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുള്ളത്. വളരെ കൃത്യമായി ജമ്മു കാശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുക, ഒപ്പം
പാക് സൈന്യം ഷെല്ലാക്രമണം നടത്തിയിട്ടുള്ള പൂഞ്ച് മേഖല സന്ദർശിക്കുക, അവിടുത്തെ നിലവിലെ പ്രവർത്തനങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, ഒപ്പം ജനങ്ങളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഇവ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിരീക്ഷണവും വിലയിരുത്തലും നടത്തുക എന്നുള്ളത് തന്നെയാണ് ആഭ്യന്തരമന്ത്രിയുടെ ജമ്മു കശ്മീർ സന്ദർശനത്തിനുള്ളത്. അല്പസമയങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ശ്രീനഗറിൽ എത്തിയത്. അവിടെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി രാജ്ഭവനിൽ കഴിയുന്ന അമിത്ഷാ നാളെ പൂഞ്ചിൽ സന്ദർശിക്കും. പൂഞ്ചിലാണ് പാക് സൈന്യം വലിയ രീതിയിൽ ഷെല്ലാക്രമണം നടത്തുകയും അവിടെ പ്രദേശവാസികൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ആ മേഖല സന്ദർശിക്കുകയും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെയും ഒപ്പം പരിക്കേറ്റവരെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് കണ്ട് അവരോട് സംസാരിക്കും. കൂടാതെ അവിടുത്തെ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തും. കൂടാതെ ശ്രീനഗറിൽ ഒരു ഉന്നതതല യോഗത്തിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കും. അതിൽ ലഫ്റ്റനന്റ് ഗവർണർ കൂടാതെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, സൈന്യത്തിലെയും പോലീസിലെയും CRPFന്റെയും ഉന്നത ഉദ്യോഗസ്ഥരും ആ യോഗത്തിൽ പങ്കെടുക്കും. നിലവിൽ ജമ്മു കാശ്മീരിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ, പ്രത്യേകിച്ച് അതിർത്തി മേഖലയിലെ ക്രമീകരണങ്ങൾ, ഭീകര വിരുദ്ധ നടപടികൾ ഇവ സംബന്ധിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ ആഭ്യന്തരമന്ത്രി നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭീകരതയ്ക്ക് നൽകിയിട്ടുള്ള മറുപടിക്ക് ശേഷം ആദ്യമായാണ് ജമ്മു കാശ്മീരിലേക്ക് അമിത്ഷാ എത്തിയത്. നേരത്തെ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ ഉടൻ തന്നെ അമിത്ഷാ ജമ്മു കാശ്മീരിൽ എത്തുകയും ജിഷ്ണു 2 ദിവസത്തെ സന്ദർശനത്തിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീരിൽ എത്തിയിരിക്കുകയാണ്. വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് അവിടെ നിലനിൽക്കുന്നത്. നാളെ പൂഞ്ച് സന്ദർശിക്കും. വനിതാ വികസന കോർപ്പറേഷൻ MD VC ബിന്ദുവിന് പുനർനിയമനം. CPM നേതാവ് PK ചന്ദ്രാനന്ദന്റെ മകൾ ബിന്ദുവിനാണ് പുനർനിയമനം നൽകിയത്. KMML ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്നു ബിന്ദു. അതേസമയം കോടിയേരിയുടെ ഭാര്യ സഹോദരന് നിയമനമില്ല. SR വിനയകുമാറിനെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. കെൽപ്പാമിലെ MD ആയിരുന്നു വിനയകുമാർ. KMML നിന്നും ഡെപ്യൂട്ടി ജനറൽ മാനേജറായി വിരമിച്ച VC ബിന്ദുവിനാണ് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനിൽ MD-ആയി പുനർനിയമനം നൽകിയത്. CPM-ന്റെ ആലപ്പുഴയിലെ പ്രമുഖ നേതാവായിരുന്ന അന്തരിച്ച PK ചന്ദ്രാനന്ദന്റെ മകളാണ് ബിന്ദു. പുനർനിയമനത്തിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് ആലപ്പുഴയിലെ നേതാക്കന്മാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു. അതേസമയം അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരൻ SR വിനയകുമാറിന് വ്യവസായ വകുപ്പിൽ നിയമനം നൽകിയില്ല. കെൽപ്പാം MD-ആയിരുന്ന വിനയകുമാർ ചെയർമാന്റെ അഴിമതി ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് സ്ഥാപനത്തിൽ നിന്നും പുറത്തായത്. ചെയർമാന്റെ അഴിമതിയെപ്പറ്റി അന്വേഷിക്കുകയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഒരംഗത്തിന്റെ പങ്ക് പുറത്തുവരുമെന്നത് വിനയകുമാറിന് വിനയാവുകയായിരുന്നു. വിനയകുമാറിനെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇരുത്താതെ അദ്ദേഹത്തിന്റെ മാതൃവകുപ്പായ ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലേക്ക് മടങ്ങിപ്പോകാൻ നിർദ്ദേശിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച ബിന്ദുവിന് പുനർനിയമനം നൽകുകയും സർവീസിലുള്ള വിനയകുമാറിനെ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തത് ഇരട്ട നീതിയാണെന്ന ആക്ഷേപമുണ്ട്. ബിന്ദുവിന് ഇരിപ്പിടം നൽകിയതും വിനയകുമാറിന് ഇരിപ്പിടം നിഷേധിച്ചതും വ്യവസായ മന്ത്രി P രാജീവാണെന്നത് യാദൃച്ഛികമല്ല. അനിൽ നമ്പ്യാർ, ന്യൂസ് ഡെസ്ക്, ജനം. കൊടും കുറ്റവാളികൾക്കെതിരെ കടുത്ത നടപടി തുടർന്ന് യോഗി സർക്കാർ. 24 മണിക്കൂറിൽ 11 ഏറ്റുമുട്ടലാണ് നടന്നത്. 14 ഗുണ്ടകൾ പിടിയിലാവുകയും ചെയ്തു. പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാകാത്ത കൊടും കുറ്റവാളികളെയാണ് ഓടിച്ചിട്ട് പിടിക്കുന്നത്. കനത്ത ഏറ്റുമുട്ടലിനൊടുവിലാണ് പല ഗുണ്ടാത്തലവന്മാരെയും പിടികൂടിയത്. സ്ത്രീകൾക്കെതിരായ അതിക്രമം, മോഷണം, പോലീസുകാരെ ആക്രമിക്കൽ തുടങ്ങിയ കേസുകളിലെ പ്രതികളെയാണ് എൻകൗണ്ടറിലൂടെ കീഴ്പ്പെടുത്തിയത്. ലക്നൌവിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതികളായ കമൽ കിഷോർ, ബാദർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഗാസിയാബാദിൽ പോലീസ് കോൺസ്റ്റബിളിനെ വധിച്ച അബ്ദുൾ റഹ്മാൻ എന്ന ഗുണ്ടയെ എൻകൗണ്ടറിലൂടെ പിടികൂടി. അതിനിടെ ഹാപ്പൂരിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ലോറൻസ് ബിഷ്ണോയിയുടെ സംഘത്തിലുള്ള നവീൻ കുമാർ എന്ന ഗുണ്ട കൊല്ലപ്പെട്ടു. യോഗി അധികാരത്തിലേറിയ 2017 മാർച്ച് മുതൽ ഇതുവരെ 223 കൊടും ക്രിമിനലുകളെ എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തി. 20,221 കുറ്റവാളികളെ ജയിലിലടയ്ക്കുകയും ചെയ്തു. ജനം, ഡൽഹി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള കേന്ദ്ര അനുമതി തേടാനുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനം ഇരട്ടത്താപ്പാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ സംസ്ഥാനം നടപ്പാക്കുന്നില്ലെന്നും സ്വന്തം വീഴ്ച മറച്ചുവെച്ച് കേന്ദ്രത്തെ പഴിചാരുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.
ഭീഷണിയാക്കുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ കേന്ദ്ര സർക്കാർ അനുമതി തേടാനുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ തീരുമാനം ഇരട്ടത്താപ്പാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വിമർശനം. കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന പല പദ്ധതികളും നടപ്പിലാക്കാതെ സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിന്റെ വീഴ്ചകൾ മറയ്ക്കുവാനുള്ള നീക്കമാണ് ഇതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മനുഷ്യ-വന്യജീവി സംഘർഷം നേരിടുന്നതിന് മതിയായ പദ്ധതികളും നിർദ്ദേശങ്ങളും കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഇത് നടപ്പിലാക്കാത്തതാണ് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിക്കുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ ചീഫ് വൈൽഡ് വാർഡന് ഇപ്പോൾ തന്നെ അധികാരമുണ്ട്. കൃഷിനാശമുണ്ടാക്കുന്ന കാട്ടുപന്നികളുടെ കാര്യത്തിൽ ഈ അധികാരം പഞ്ചായത്ത് പ്രസിഡന്റിന് പോലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. എന്നിരിക്കെയാണ് സംസ്ഥാന സർക്കാരിന്റെ നടപടിയെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വിമർശിക്കുന്നു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത് മറച്ചുപിടിക്കുവാനുള്ള നീക്കമാണ് നിലവിലുള്ളതെന്നും BJP വിമർശിക്കുന്നു. സംസ്ഥാനത്ത് ഭൂരിഭാഗം ഇടങ്ങളിലും സോളാർ വൈദ്യുത വേലി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് CAG റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്രൊജക്ട് എലിഫന്റ്, പ്രൊജക്ട് ടൈഗർ എന്നീ പദ്ധതികളിലൂടെ കിടങ്ങുകളും വൈദ്യുത വേലികളും സ്ഥാപിക്കുവാൻ അനുവാദവും നൽകിയിട്ടുണ്ട്. അതിനാവശ്യമായ തുകയും നൽകുന്നുണ്ട്. എന്നാൽ ഈ തുകയൊന്നും സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്നില്ലെന്നാണ് BJP വിമർശിക്കുന്നത്. കേരളത്തിലെ വനഭൂമി KSEB ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾ കയ്യേറി ഉപയോഗിക്കുന്നുണ്ടെന്നും വന്യജീവി ആക്രമണങ്ങൾ പെരുകാൻ ഇതും കാരണമാകുന്നുണ്ടെന്നും BJP പറയുന്നു. വന്യജീവി ആക്രമണങ്ങളിൽ കർഷകന് നഷ്ടപരിഹാരങ്ങൾ നൽകുന്നതിലും സർക്കാരിന് വീഴ്ച സംഭവിച്ചു. ആക്രമണമുണ്ടായാൽ 24 മണിക്കൂറിനുള്ളിൽ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നിയമം. ഇതുപോലും നടപ്പിലാക്കാൻ സർക്കാർ സാധിക്കുന്നില്ല. ഇതുമൂലം പലവിധ സർട്ടിഫിക്കറ്റുകൾ കാണിച്ച് സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട സ്ഥിതിയാണ് കർഷകനെന്നും BJP വിമർശിക്കുന്നു. ഇതൊക്കെയാണ് സത്യമെന്നിരിക്കെ സ്വന്തം പരാജയം മറച്ചുവെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ പഴിചാരാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്നും BJP വിമർശിക്കുന്നു. അതേസമയം കേന്ദ്ര സർക്കാരും BJPയും വന്യമൃഗ പ്രശ്നങ്ങളിൽ ദുരിതം നേരിടുന്ന ജനങ്ങൾക്കൊപ്പമാണെന്നും BJP പറയുന്നു. ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരെയും കർഷകരെയും കണ്ടില്ലെന്ന് നടിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും BJP വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. കൊച്ചി തീരത്തുണ്ടായ കപ്പൽ അപകടം വലിയ ആശങ്കയുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സഹായം പ്രഖ്യാപിച്ചു. കപ്പലിന്റെ സ്ഥാനം കണ്ടെത്താൻ സോണാർ സർവേ നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം മഴ ശക്തമാകുന്നതിനിടെ ജാഗ്രത തുടരാനും നിർദ്ദേശം. സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായി കപ്പൽ അപകടത്തെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അപകടം വലിയ ആശങ്കയുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സഹായവും പ്രഖ്യാപിച്ചു. കപ്പലിന്റെ സ്ഥാനം കണ്ടെത്താൻ സോണാർ സർവേ നടത്തുമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കപ്പലിൽ നിന്ന് ഇന്ധനം പുറത്തെടുക്കും വരെ മത്സ്യത്തൊഴിലാളികൾ ഈ ഭാഗത്ത് മത്സ്യബന്ധനം നടത്തരുതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വിദഗ്ധ നിയമോപദേശം ലഭിച്ച ശേഷം നിയമ നടപടിയെന്നും മുഖ്യമന്ത്രി. വിശദമായ നിയമോപദേശം വാങ്ങുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ സഹായിക്കാനുള്ള ഏജൻസികളെ അടക്കം വെച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള നടപടികൾ അക്കാര്യത്തിൽ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം നൽകണമെന്നാണ് കണ്ടത്. ഓരോ കുടുംബത്തിനും 1000 രൂപ വീതവും 6 കിലോഗ്രാം അരി വീതവും സൗജന്യ റേഷൻ നൽകണമെന്നാണ് കണ്ടത്. കപ്പലപകടം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് സ്പെഷ്യൽ ഡിസാസ്റ്റർ ആയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുങ്ങിയ കപ്പലിൻ്റെയും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന കണ്ടെയ്നറുകളുടെയും സ്ഥാനം കൃത്യമായി കണക്കാക്കാനുള്ള സോണാർ സർവേ ഇന്ന് തന്നെ ആരംഭിക്കും. കൃത്യമായി സ്ഥാനം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനു ചുറ്റും ബോയ ഇട്ട് അടയാളപ്പെടുത്തിയ ശേഷം മറ്റ് സ്ഥലങ്ങൾ മത്സ്യബന്ധനത്തിന് അനുവാദം നൽകുന്ന കാര്യവും ആലോചിക്കുന്നതാണ്. കനത്ത മഴയിൽ ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അതിതീവ്ര മഴ അപകടങ്ങൾ ഉണ്ടായേക്കും. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതീവ ജാഗ്രത പുലർത്തണമെന്നും അപകട ഭീഷണി മേഖലയിലുള്ളവർ മാറി താമസിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മഴക്കാലവുമായി ബന്ധപ്പെട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം നടത്തേണ്ടതുണ്ട് എന്ന് നേരത്തെ കണ്ടതാണ്. കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംസ്ഥാനത്ത് 59 ക്യാമ്പുകളാണുള്ളത്. 1296 ആൾക്കാരെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ നമ്മുടെ ചില അനുഭവങ്ങളുള്ളതാണ്. അത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കും. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായി മാറി താമസിക്കണം. പഞ്ചായത്ത് തലത്തിൽ എമർജൻസി റെസ്പോൺസ് ടീമുകൾ പ്രവർത്തനം ആരംഭിച്ചു. വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി മഴ വിവരങ്ങൾ കൈമാറണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വിദ്യാലയങ്ങൾ ജൂൺ 2 തുറക്കും. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് സ്കൂളുകളും പരിസരവും വൃത്തിയാക്കണം. സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് വേണമെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ജനം, തിരുവനന്തപുരം. കൊച്ചിയിലെ ചരക്ക് കപ്പൽ അപകടത്തെ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച് സർക്കാർ.
ദുരന്ത നിവാരണത്തിലെ പ്രത്യേക നിയമപ്രകാരമാണ് പ്രഖ്യാപനം. മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലാണ് പ്രഖ്യാപനം. ദുരന്ത പശ്ചാത്തലം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പ്രഖ്യാപനം നടത്തിയത്. കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്താണ് തീരുമാനം. MSC എൽസ 3 എന്ന കപ്പലാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ടത്. കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കളും ഇന്ധനച്ചോർച്ചയും സാധ്യതയും പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സർക്കാർ തീരുമാനം. മുങ്ങിയ കപ്പലിൽ അപകടകരമായ വിധത്തിലുള്ള 13 കണ്ടെയ്നറുകൾ ഉണ്ട്. ഇതിൽ 12 എണ്ണത്തിലും കാൽസ്യം കാർബൈഡാണ്. അപകടകരമായ കണ്ടെയ്നറുകൾ തീരത്തേക്ക് ഇതുവരെ അടിഞ്ഞിട്ടുമില്ല. കപ്പലിൽ നിന്ന് ഒഴുകിയ എണ്ണപ്പാട നിയന്ത്രിക്കാനുള്ള നടപടികളും തുടരുന്നുണ്ട്. അപകടകരമായ കണ്ടെയ്നറുകൾ പുറത്തെത്തിക്കുന്ന അടക്കമുള്ള നടപടികളും ആരംഭിക്കേണ്ടതുണ്ട്. കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം അടക്കമുള്ള തീരദേശ മേഖലകളിൽ കണ്ടെയ്നറുകളിലെ വസ്തുക്കൾ ഒഴുകിയെത്തിയുള്ള മാലിന്യങ്ങൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളടക്കം ഇന്ന് ആരംഭിച്ചിരുന്നു. കപ്പൽ അപകടം തീരദേശത്ത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന സാഹചര്യമടക്കം കണക്കിലെടുത്താണ് കൂടുതൽ കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത്. ജനം, തിരുവനന്തപുരം. കൊല്ലം തീരത്തടിഞ്ഞ MSC എൽസ 3 കപ്പലിലെ കണ്ടെയ്നറുകൾ മുറിച്ചു മാറ്റുന്നതിനിടെയുള്ള തീപിടുത്തം സുരക്ഷാ വീഴ്ചയെന്ന് ആരോപണം. അപകട സാധ്യത ഉണ്ടായിരുന്നിട്ടും ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു. ഇതോടെ കണ്ടെയ്നറുകൾ മുറിച്ചു നീക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുകയായിരുന്നു. ശക്തികുളങ്ങര പള്ളിക്ക് സമീപം കടലിൽ നിന്ന് ലഭിച്ച കണ്ടെയ്നർ മുറിച്ചു മാറ്റുന്നതിനിടെയായിരുന്നു തീപിടുത്തം. ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രദേശമാകെ കറുത്ത പുക ഉയർന്നതോടെ ജനങ്ങൾ ആശങ്കയിലായി. കണ്ടെയ്നറിനുള്ളിൽ ഫോം പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയില്ലായിരുന്നെങ്കിൽ മറ്റിടങ്ങളിലേക്കും തീ പകരുമായിരുന്നു. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കണ്ടെയ്നർ മുറിച്ചതിനാണ് അപകടത്തിന് കാരണം. അപകട സാധ്യത ഉണ്ടെന്നറിഞ്ഞിട്ടും ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് സുരക്ഷാ മുൻകരുതലുകൾ ഒന്നും തന്നെ എടുത്തില്ല എന്നാണ് ആരോപണം. സംഭവത്തിന് പിന്നാലെ കണ്ടെയ്നറുകൾ മുറിച്ചു മാറ്റുന്ന നടപടി ഉപേക്ഷിച്ചു. കണ്ടെയ്നർ റിക്കവർ ചെയ്യുന്നതിനും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനുമായി കപ്പൽ കമ്പനിയായ MSC കരാറുകൾ നൽകിയിട്ടുണ്ട്. കപ്പൽ കമ്പനി നിയോഗിച്ച ടീമംഗങ്ങളാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കണ്ടെയ്നറുകൾ മുറിക്കുന്നതിൽ ജീവനക്കാരുടെ മുൻ പരിചയക്കുറവ് കാരണമാണ് അപകടമുണ്ടായതെന്നും സംശയമുണ്ട്. അതേസമയം സംഭവത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മറ്റു കണ്ടെയ്നറുകളിലേക്ക് തീ പടർന്നിട്ടില്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. 41 കണ്ടെയ്നറുകളാണ് കൊല്ലം ജില്ലയിലെ വിവിധ തീരങ്ങളിലായി അടിഞ്ഞത്. ഇവയിൽ ചിലതൊക്കെ കൊല്ലം തുറമുഖത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ജനം, കൊല്ലം. ഇടത് സർവീസ് സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും കൂറ്റൻ ഫ്ലക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ വിമർശനമുയർത്തി ഹൈക്കോടതി. പ്രിവിലേജ്ഡായ സംഘടനയാണ് വീണ്ടും ബോർഡ് വെച്ചതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ വിമർശനം. സംസ്ഥാനത്തെ ഏറ്റവും ശക്തരായവരുടെ മുഖങ്ങളാണ് ഫ്ലക്സിലുള്ളത്. ഇതിനെ നവകേരളമെന്ന് പറയാനാവില്ല. ഓൺലൈൻ മെക്കാനിസത്തിൽ ഓഡിറ്റ് വേണമെന്നും തദ്ദേശ വകുപ്പ് സെക്രട്ടറി ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അനധികൃത ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കൽ തുടരുന്നുവെന്നത് നിരാശാജനകമെന്നും ഹൈക്കോടതി വിമർശിച്ചു. സർക്കാരിന്റെ തലപ്പത്ത് ഇരിക്കുന്നവരുടേതാണ് സ്ഥാപിക്കപ്പെടുന്ന അനധികൃത ഫ്ലക്സ് ബോർഡുകളെന്നും കോടതി കുറ്റപ്പെടുത്തി. ശക്തമായ കാറ്റിൽ ആലപ്പുഴയിലെ ചരിത്രപ്രസിദ്ധമായ പാണാവള്ളി തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രത്തിലെ കൊടിമരം തകർന്നു വീണു. 150 വർഷത്തിലധികം പഴക്കമുള്ള കൊടിമരമാണിത്. കൊടിമരം മാറ്റി സ്ഥാപിക്കണമെന്ന് ഏറെ നാളായി ഭക്തർ ആവശ്യപ്പെട്ടിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെവിക്കൊണ്ടില്ലെന്ന് പരാതിയുണ്ട്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, എന്താണ് സംഭവിച്ചത്? നീലിമ, ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളി തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രത്തിലെ കൊടിമരമാണ് ഇന്നത്തെ ശക്തമായ കാറ്റിലും മഴയിലും നിലംപൊത്തിയത്. ഇത് നേരത്തെ തന്നെ 150 വർഷത്തോളം പഴക്കമുള്ളതാണ്. വളരെ ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണിത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കണം, അത് അപകടാവസ്ഥയിലാണ് എന്ന് ചൂണ്ടിക്കാട്ടി 10 വർഷം മുമ്പ് മുതൽ അവിടുത്തെ ഭക്തരും എല്ലാം തന്നെ ദേവസ്വം ബോർഡിനെ സമീപിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ഏതാണ്ട് 3 മാസത്തിലധികമായി ഈ കൊടിമരം ചരിഞ്ഞ നിലയിലായിരുന്നു. അതും ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നു. എന്നിട്ട് പോലും ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് വൈകിട്ടത്തെ ശക്തമായ കാറ്റിലും മഴയിലും ഈ കൊടിമരം നിലംപൊത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ആർക്കും ഒരു അപായവും ഉണ്ടാവാതെ ഇത് സ്വാഭാവികമായി നമ്മൾ ആ കൊടിമരം മാറ്റി സ്ഥാപിക്കുകയാണെങ്കിൽ അതിനുവേണ്ടി എങ്ങനെ മാറ്റി സ്ഥാപിക്കുന്നു അതുപോലെ അവിടുന്ന് മാറ്റി ഒരു
സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് സമാനമായ രീതിയിൽ അത് മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ആ ശക്തമായ കാറ്റിലും മഴയിലും ഈ കൊടിമരം മാറിയത്. അതുകൊണ്ട് തന്നെ ആർക്കും ആളപായമോ മറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എന്നാൽ പോലും ഈ വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വലിയ ഒരു അനാസ്ഥയാണ് എന്ന ആക്ഷേപമാണ് ഭക്തരും മറ്റും ഉന്നയിക്കുന്നത്. ഇപ്പോൾ ആ കൊടിമരം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതും. നീലിമ, ശരി. കുമളിക്ക് സമീപം മരം വീണ് ലോറിയിൽ കുടുങ്ങിയ യുവാവ് മരിച്ചു. കോട്ടയം ചങ്ങനാശ്ശേരി കുറിച്ചി സ്വദേശി ശ്രീജിത്ത് മനോജാണ് മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് ശ്രീജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തടി കയറ്റി വന്ന ലോറിക്ക് മുകളിൽ മരം വീണാണ് അപകടമുണ്ടായത്. കനത്ത മഴയിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ വലിയ മരം വീണു. സെൻട്രൽ വെയർഹൌസിന് സമീപം മരം വീണതിനെ തുടർന്ന് 2 വാഹനങ്ങൾ പൂർണ്ണമായി തകർന്നു. മഴ ശക്തമായി തുടരുന്നതിനാൽ നാളെയും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ സെൻട്രൽ വെയർഹൌസിന് സമീപമാണ് മരം വീണത്. റോഡിലേക്ക് മരം മറിഞ്ഞ് 3 വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. മരത്തിനടിയിൽപ്പെട്ട ഒരു കാറും ഓട്ടോറിക്ഷയും പൂർണ്ണമായി തകർന്നു. ഇതിലെ യാത്രക്കാർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. പിന്നീട് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റി. പെരുമ്പടപ്പ് ശങ്കരനാരായണ ക്ഷേത്രത്തിന് സമീപമുണ്ടായിരുന്ന ആൽമരവും മറിഞ്ഞു വീണു. അതേസമയം ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. നാളെ ഓറഞ്ച് അലർട്ടായതിനാൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ ജില്ലയിൽ ഇതുവരെ 182 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. 3 വീടുകൾ പൂർണ്ണമായും 179 വീടുകൾ ഭാഗികമായും തകർന്നു. ആലുവ താലൂക്കിൽ 47, കണയന്നൂരിൽ 10, കൊച്ചിയിൽ 28, കോതമംഗലത്ത് 14, കുന്നത്തുനാട്ടിൽ 30, മൂവാറ്റുപുഴയിൽ 13, പറവൂരിൽ 37 എന്നിങ്ങനെയാണ് ഭാഗികമായി തകർന്ന വീടുകൾ. കണയന്നൂർ, കൊച്ചി, കോതമംഗലം താലൂക്കുകളിൽ ഓരോ വീടുകൾ വീതം പൂർണ്ണമായും തകർന്നു. ജനം, കൊച്ചി. വിലങ്ങാട്ടെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ സമരം അവസാനിപ്പിച്ചു. ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ സ്വീകരിക്കാമെന്ന് വടകര RDO ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് തീരുമാനം. സർക്കാർ അവഗണിക്കുന്നുവെന്നാരോപിച്ച് ദുരിതബാധിതർ വില്ലേജ് ഓഫീസ് ഉപരോധവും BJP ഹർത്താലും നടത്തിയിരുന്നു. മഴക്കാലമെത്തിയിട്ടും ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവുമായാണ് നാട്ടുകാർ പ്രതിഷേധ സമരം ആരംഭിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് നടത്തിയ ഹർത്താൽ പൂർണ്ണമായിരുന്നു. പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നടത്തിയ വില്ലേജ് ഓഫീസ് ഉപരോധം അനിശ്ചിതകാലം തുടരാനായിരുന്നു ദുരിതബാധിതരുടെ തീരുമാനം. അതിനിടയിൽ ഇന്നു വൈകിട്ട് ദുരിതബാധിതരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും വടകര RDO അൻവർ സാദത്തുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമവായമായത്. നേരത്തെ ദുരിതബാധിതരായി കണ്ടെത്തിയവരും സഹായധനം അനുവദിക്കാത്തവരുമായ മുഴുവൻ ആളുകൾക്കും നഷ്ടപരിഹാരം വേണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. 131 ദുരിതബാധിതരിൽ 31 പേർക്ക് മാത്രമാണ് ഇതുവരെ സഹായധനം ലഭിച്ചത്. കൂടാതെ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന 40 പേരെ വാടക വീട്ടിലേക്ക് മാറ്റാനും വീട്ടുവാടക സർക്കാർ തലത്തിൽ നൽകാൻ നടപടി സ്വീകരിക്കുകയും വേണമെന്നും ആവശ്യപ്പെട്ടു. തകർന്ന പാലങ്ങൾ, റോഡുകൾ എന്നിവ ഉടൻ പുനർനിർമ്മിക്കുക, കുടിവെള്ള വിതരണ സംവിധാനം കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യവും നാട്ടുകാർ റവന്യൂ അധികാരികൾക്ക് മുന്നിൽ വെച്ചു. ഈ കാര്യങ്ങൾ കലക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുകയും വിലങ്ങാട് വില്ലേജ് ഓഫീസർ മുഖാന്തരം തീരുമാനം നാട്ടുകാരെ അറിയിക്കാനുമാണ് ധാരണ. ഒരാഴ്ചയാണ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാനുള്ള കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. നിശ്ചയിച്ച കാലാവധിക്കുള്ളിൽ അനുകൂല തീരുമാനം നടപ്പിലായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം പുനരാരംഭിക്കുമെന്നും സമരസമിതി അംഗങ്ങൾ പറഞ്ഞു. ജനം, കോഴിക്കോട്. ജനം ടു നൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.